സംസ്ഥാനത്ത് വേനൽ മഴ കനത്തു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലും അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായി. തലസ്ഥാനത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ശക്തമായൊരു മഴ പെയ്ത് തോർന്നെങ്കിൽ കൂടിയും വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേനൽ മഴ തെക്കൻ ജില്ലകളിൽ ശക്തമാവുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 3 മണിക്കൂറോളമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ താഴ്ന്ന മേഖലകളൊക്കെ തന്നെ വെള്ളക്കെട്ടിൽ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ നഗരസഭയിലെ അധികൃതർ എത്തിയും ഒപ്പം തന്നെ നഗരസഭാ ജീവനക്കാരെത്തിയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെയും റെയിൽവേ സ്റ്റേഷന് സമീപവും ഒപ്പം തന്നെ മോഡൽ സ്കൂളിന് സമീപവും റിസർവ് ബാങ്കിന്റെ സമീപവുമാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്നത്. കൂടാതെ തന്നെ പൊട്ടക്കുഴി മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്നതിന്റെയും തലസ്ഥാന ജില്ലയിൽ ശക്തമായ മഴ ലഭിക്കുന്നതിന്റെ ഭാഗമായി 2 വിമാനങ്ങൾ കൂടി വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഒന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനം കൊച്ചിയിലേക്കാണ് വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. മറ്റൊന്ന് ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസും കോയമ്പത്തൂരിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. വരും മണിക്കൂറിൽ ഒരു പക്ഷേ കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുക്കുന്നുണ്ട്. നാളെ കൂടി ശക്തമായ മഴ തെക്കൻ കേരളത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിനും ഈ മണിക്കൂറിൽ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇടവേളയിൽ ലഭിച്ച മഴയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഇടിമിന്നൽ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയും പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങി നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ പരമാവധി ഒഴിവാക്കണം. മിന്നൽ മരണങ്ങളടക്കം സംസ്ഥാനത്തുണ്ടായ സാഹചര്യത്തിൽ കൂടി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും വരുന്ന 3 മണിക്കൂറിൽ കൂടി തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭ്യമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.